ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലം പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണി എങ്ങോട്ടേക്കാണ് പോയതെന്നുള്ള വിവരം ആർക്കും അറിയില്ല. പക്ഷേ ധനലക്ഷ്മി അതുപോലെ വിദ്യയൊക്കെ കാരണം തന്നെയാണ് കൺമണിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചത്. എല്ലാവരുടെ മുന്നിൽ അവൾ എല്ലാവരെയും ചതിക്കുകയാണെന്നുള്ള കാര്യങ്ങൾ അറിയിച്ചത് എന്നൊക്കെ. അതിനുശേഷം തന്നെ നമ്മുടെ മനോജാണെങ്കിൽ വന്നിട്ട് ധനലക്ഷ്മിയെ നല്ല അടി കൊടുക്കുന്നുണ്ട്. പൊതിരെ തല്ല എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. കാരണം ഇത്രയും കാലം മനോജ് ലക്ഷ്മിയുടെ നേരെ കൈ വെച്ചിട്ടില്ല. കാരണം അവളെ ഇഷ്ടമൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ എല്ലാവരെയും ചതിക്കുകയായിരുന്നു. സ്വന്തം ഭർത്താവിനടക്കം അവൾ ചതിക്കുകയായിരുന്നുള്ളത് അറിഞ്ഞോടുകൂടി തന്നെ മനോജ് അവളെ വെറുതെ വിടുന്നില്ല. അങ്ങനെ തല്ലി ചതിക്കുന്നുണ്ട് കേട്ടോ. ഇനി മേല ഇതൊന്നും ആവർത്തിക്കരുത് എന്ന രീതിയിലൊക്കെ. പിന്നെ അതുപോലെ തന്നെയാണ് പിന്നെയും കാണിക്കുന്നത് സുമിത്രയും അതുപോലെ തന്നെ ബാലുവിനെയും ബലരാമനെയും കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഇവൻ നമ്മളെ ചോദ്യം ചെയ്യാനായി ബാലു. കാരണം ഇപ്പോൾ ആ കൺമണി എവിടെയെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കണം, എനിക്ക് അവൾ എവിടെയാണെന്ന് അറിയുമോ എന്ന രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. കാരണം അവരൊരിക്കലും ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന മട്ടിലാണ് സുമിത്ര അവിടെ ബലരാമനോടും സംസാരിക്കുന്നത് കേട്ടോ. കാരണം അനിയത്തി അവിടെ ഇല്ലല്ലോ, അനിയത്തിനെ ഹോസ്പിറ്റലാക്കിയിരിക്കുകയാണല്ലോ, അവൾക്ക് സത്യം തുറന്ന് പറയാനും സാധിക്കാത്ത അവസ്ഥയാണ്. അതിനുശേഷം തന്നെ പിന്നീട് കാണിക്കുന്നത് എന്തായാലും ദേവ്ജി എന്ന് കേട്ടോ. ദേവ്ജി ആണെങ്കിൽ അങ്ങനെ പിന്നെ ധനലക്ഷ്മിക്ക് നല്ല അടി കൊടുക്കുന്നുണ്ടല്ലോ. അതിനുശേഷം തന്നെ ദേവ്ജിയാണ് കാണിക്കുന്നത്. ദേവ്ജി ആണെങ്കിൽ എല്ലാ സത്യങ്ങളും അറിഞ്ഞു വരികയാണ്. അതിനുശേഷം തന്നെ കൃഷ്ണനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഒരിക്കലും തന്നെ നമ്മുടെ കൺമണി നമ്മളെ ചതിച്ചിട്ടില്ല, അവൾ ചതിക്കപ്പെട്ടതാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണനും അതുപോലെ സാഗറിനും ഭയങ്കര വിഷമമാണ്. സാഗർ പറയുന്നുണ്ട്, ഞാൻ എന്ത് അബദ്ധമാണ് കാണിച്ചത്, ഞാൻ എന്തൊക്കെ തെറ്റാണ് അവളോട് പറഞ്ഞത്, അവളെ ഞാൻ ഇത്രയും നേരം ശപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നോട് പൊറുക്കണേ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ദേവ്ജി ആണെങ്കിലോ ആ നടന്ന കാര്യങ്ങൾ, അതായത് ആ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് സാഗറിൻ്റെ കാല് പിടിച്ചതെല്ലാം തന്നെ കൺമണി ആണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ ഓർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷി പറയുന്നുണ്ട്, എൻ്റെ കൺമണിക്ക് ആരെയും ചതിക്കാൻ സാധിക്കില്ല ദേവ്ജി എന്ന രീതിയിലൊക്കെ സംസാരിക്കാട്ടോ ചെയ്യുന്നത്. കാരണം കൺമണിക്ക് ഒരിക്കലും തന്നെ ആരെയും ചതിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് കൃഷ്ണന് ഇപ്പോഴും നന്നായിട്ട് അറിയാം. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കഴിയുന്നത്.